ഹായ് അജി കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഗിയറിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇന്നിപ്പോ ഒരു 1.5 മാസം മുന്നേ ഒരു ക്ലാസ് എടുത്ത് പോയ ഒരു കൊച്ചു വന്നപ്പോൾ ആ ഗിയറിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഏതോ ഒരു ഗിയറിന് മേലെ ഉള്ളത്. ഇനി നമുക്ക് മേലോട്ട് പോകാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ ജസ്റ്റ് ഞാൻ അതിന് മുന്നേ ഒരു ഇൻട്രോ കൂടെ തരാം. സമചതുരമായിട്ടുള്ളൊരു കഷ്ണം. അപ്പൊ ഇങ്ങോട്ട് 10 മീറ്റർ, ഇങ്ങോട്ട് 10 മീറ്റർ, ഇങ്ങോട്ട് 10 മീറ്റർ, ഇങ്ങോട്ട് 10 മീറ്റർ സമചതുരമായിട്ടുള്ള കഷ്ണം. ഓക്കെ, ആ സമചതുരമായിട്ടുള്ള കഷ്ണത്തിന്റെ കറക്റ്റ് സെന്ററിൽ നമ്മൾ എന്താക്കി നേരെ ഇങ്ങോട്ട് എടുത്തു. എത്രയുണ്ട് മോളെ? 5. ഇവിടുന്ന് ഇങ്ങോട്ടോ? 5. ഇവിടുന്ന് ഇങ്ങോട്ട്? 5. ഇവിടുന്ന് ഇങ്ങോട്ട്? 5. അപ്പൊ മൊത്തം ആ സമചതുരമായ കഷ്ണത്തിൽ നിന്ന് എങ്ങോട്ട് അളന്നാലും നമുക്ക് എന്താണ് 5 മീറ്റർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ വണ്ടി ഓൾറെഡിയില് ഈ മോൾ ഭാഗത്ത് ഇവിടെ എവിടെയോ ഉള്ള ഗിയർ. ഓക്കെ, കാരണം ഇനി മുന്നോട്ട് നമുക്ക് എന്തില്ല, പോകാനില്ല. പക്ഷെ അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഈ മുകളിൽ ഓൾറെഡിയില് ഫസ്റ്റ് ഗിയർ, തേർഡ് ഗിയർ, 5th ഗിയർ. പക്ഷെ നമ്മുടെ ഈ വണ്ടിക്ക് എന്തില്ല, 5th ഇല്ല. അപ്പൊ ഈ മൂല നമുക്ക് നോക്കണ്ട. അപ്പൊ ഫസ്റ്റ്, തേർഡ്. ഓക്കെ, ഫസ്റ്റ് ഈ മൂലയില്, തേർഡ് ഇവിടെ കേട്ടോ. അതേപോലെ ഇവിടെ സെക്കൻഡ്, 4th, റിവേഴ്സ്. ഓക്കെ, അപ്പം സെക്കൻഡ്, 4th, റിവേഴ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി മുകളിലുള്ള, അപ്പൊ മുകളിൽ ആരൊക്കെയാ ഉള്ളത് നമ്മുടെ മനസ്സിൽ വേണം. ഫസ്റ്റ് ഗിയറും തേർഡ് ഗിയറും നമുക്ക് എന്തുള്ളൂ, മുകളിലുള്ളൂ. നമ്മളിപ്പോ മേലോട്ട് തള്ളി പിടിച്ചേക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് മേലോട്ട് പോകാനില്ല. അപ്പൊ നമ്മൾ മെല്ലെ ഒരു ബലവും കൊടുക്കാതെ സമാധാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി ഒറ്റ സ്റ്റെപ്പ് താഴോട്ടാക്കി. ഓക്കെ, ഞാൻ കൈയെടുത്തു. ആ സ്റ്റെപ്പ് നമുക്ക് കിടക്കുന്ന പറഞ്ഞ് കിട്ടും. കണ്ടോ, കിട്ടി. ഇനി ഇപ്പൊ എന്തായി, ഈ മോളിൽ നമ്മളിപ്പോ എവിടെ വന്നു, ഈ സെന്ററിൽ വന്നു. ഇപ്പൊ ഞാനിത് ആ സെന്ററിൽ ന്യൂട്രൽ പൊസിഷനാണ് നിൽക്കണേ. ഈ ന്യൂട്രൽ മൊത്തം ഇവിടെ തൊട്ട് ഇവിടെ വരെയും അതേപോലെ ഇവിടെ വരെയും വരും. കണ്ടോ, ഇത് ബലം പിടിച്ചാൽ വരൂല. നിങ്ങൾ ടൈറ്റ് ആക്കി പിടിച്ചാൽ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഉടങ്ങി നിൽക്കും. അപ്പൊ ഇത്രയും വന്നു. അപ്പൊ ഇവിടുന്ന് ഞാൻ കൈ വിട്ടു, ഈ ഗിയർ ഓട്ടോമാറ്റിക് ആയിട്ട് സെന്ററിൽ വന്നു. ഇനി നിന്റെ കാലിന്റെ അങ്ങോട്ട് വന്നു, കൈ വിട്ടു, സെന്ററിൽ വന്നു. അപ്പൊ ഈ സെന്ററിൽ നിന്ന് എപ്പം നേരെ മേലോട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ഗിയറാണ്? തേർഡ്. അപ്പൊ നമ്മൾ മുകളിലെത്തി. അപ്പൊ ഇനി ഇവിടെ നമ്മൾ മെല്ലെ ന്യൂട്രാക്കി വീണ്ടും ഒറ്റ സ്റ്റെപ്പ് കിട്ടി. ഇവിടുന്ന് വീണ്ടും ഒന്ന് നേരെ താഴോട്ട് എത്തി. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബലം പിടിച്ചോ, നേരെ താഴോട്ട്. ഇത് ഏതാ ഗിയർ? 4th ഗിയർ. ഇനി വീണ്ടും നമ്മൾ മെല്ലെ ന്യൂട്രാക്കി. ഓക്കെ, അപ്പൊ ഇവൻ എപ്പ ന്യൂട്രാക്കിയാലും ഈ ചെറുക്കൻ തേർഡിന്റെയും 4th-ന്റെയും വഴിയിൽ വായും പൊളിച്ച് നോക്കി നിൽക്കുള്ളൂ. ഓക്കെ, അവിടെ നിൽക്കുള്ളൂ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഫുള്ള് വന്നു. ഇനി അങ്ങോട്ട് എനിക്ക് എന്തില്ല, പോകാനില്ല. ആ ലെവല് ചേർത്ത് ബലം പിടിക്കാതെ മെല്ലെ സോഫ്റ്റ് ആയിട്ട് മുന്നോട്ട് ഇട്ടു. ഇതാണ് നമ്മുടെ എന്ത്, ഫസ്റ്റ് ഗിയർ. അപ്പൊ ഇനി നമ്മൾ സെക്കൻഡിലോട്ട് പോകണമെന്ന് വെച്ച് വലിച്ച്, ചിലവർക്ക് എന്തുണ്ട്, ഇങ്ങോട്ട് തന്നെ ഒരു ബലം കൊടുത്ത് താഴോട്ട് 2 സ്റ്റെപ്പ് ഇട്ടാലും അതെന്താവും, സെക്കൻഡ് ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വിടണമെന്നില്ല. ഈ ഫസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ചേർത്ത് മനസ്സിൽ സ്റ്റെപ്പ് വേണം. ന്യൂട്രൽ, സെക്കൻഡ്. ഇനി നമുക്ക് തേർഡിലോട്ട് പോകണം. അപ്പൊ നമ്മൾ മെല്ലെ ന്യൂട്രാക്കി എന്നിട്ട് ഈ കൈ അങ്ങ് വിട്ടു. ഗിയർ എവിടെ, ഇപ്പതാ ഞാൻ ഈ പിടിച്ചെടുത്ത് ഗിയർ ഉണ്ടോ, അവൻ എവിടെ വന്നു, സെന്ററിൽ വന്നു. അവിടെ നേരെ മേലോട്ട് ഇട്ടാൽ അതെന്താണ്, തേർഡ്. വീണ്ടും നമ്മൾ ന്യൂട്രാക്കി 4th-ലോട്ട് ഇട്ടു. അപ്പൊ മുകളിൽ നമുക്ക് ഇനി ഇങ്ങോട്ട് കയറാൻ എന്തില്ല, ഇതിന് ഗിയർ ഇല്ല. കാരണം ഇതിന് പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് 4 ഗിയർ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇനി ഇങ്ങോട്ട് ചേർത്ത് എവിടേക്ക് ഇടാണ്ട്, താഴോട്ട് ഇടാണ്ട്. ഇതാണ് നമ്മുടെ റിവേഴ്സ്. അപ്പൊ റിവേഴ്സിന് ഞാൻ വീണ്ടും ന്യൂട്രാക്കി കൈ വിട്ടു. ഗിയർ എങ്ങോട്ട് പോയി, സെന്ററിലോട്ട് വന്നു. ആ ഗിയറിന്റെ കാര്യം മനസ്സിലായോ? ഓക്കെ, ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.